വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ നമ്മൾ റിമൈൻഡർ തിയറം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റിമൈൻഡർ തിയറത്തിന്റെ നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ 2 ക്ലാസ്സുകൾ വളരെ കൃത്യമായിട്ട് കണ്ട് പഠിച്ച് നിങ്ങൾ നോട്ട് വൃത്തിയായിട്ട് എഴുതിയെടുത്തതിന് ശേഷം മാത്രമേ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കാവുള്ളൂ. സോ അത് ഓരോ ചോദ്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കൊണ്ട് 3 ഭാഗങ്ങളായിട്ട് നമ്മുടെ ടോപ്പിക്ക് മാറിയിരിക്കുവാണ്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, 7:88 - 2 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വാട്ട് ഈസ് ദ റിമൈൻഡർ എന്നാണ് ചോദ്യം. ശിഷ്ടം എത്ര എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. അതായത് ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കുന്നത് ആ സംഖ്യയുടെ ലെവലിലേക്ക് ഇവനെ മാറ്റണം. അതായത് 7:88 ആണ് ചോദ്യകർത്താവ് പറഞ്ഞത്. 7നെ മാറ്റണം, 8ന്റെ ടേമിലേക്ക് മാറ്റണം. അതായത് 7നെ നമുക്ക് എങ്ങനെ എഴുതാം? 7നെ നമുക്ക് 8 - 1 (88) എന്ന് എഴുതിയാൽ മതി. -2 അതുപോലെ തന്നെ എഴുതി വെച്ചു. സ്വാഭാവികമായിട്ടും ഈ ഒരു ടേമിനെ വിപുലീകരിച്ചാൽ 89 പദങ്ങൾ കാണും. അതിൽ ആദ്യത്തെ 88 പദത്തിലും 8 അല്ലെങ്കിൽ 8ന്റെ പവറുകൾ കാണും. അവസാന ടേം മാത്രം പിടിച്ചാൽ മതി. അവസാന ടേം എന്ന് പറഞ്ഞാല് -1/88 ആണ്. -1/88 ആണ്. അത് മാത്രമാണ് അവിടെ ശിഷ്ടമായിട്ട് വരുന്നത്. -2 ബാലൻസ് ആയിട്ട് വരുന്നതാണ്. -1ന്റെ പവർ ഈവൻ നമ്പർ ആണെങ്കിൽ ആൻസർ 1 ആണ്. പഠിച്ചതല്ലേ? -1ന്റെ പവർ ഈവൻ നമ്പർ ആണെങ്കിൽ ഉത്തരം 1. 1 - 2. 1ന്ന് 2 കുറച്ചാല് -1 വരും. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സംഖ്യ 8 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരുന്നത് 0 മുതൽ 7 വരെയല്ലേ വരാൻ പാടുള്ളൂ. ശിഷ്ടം ഒരിക്കലെങ്കിലും മൈനസ് വരാൻ പാടുണ്ടോ? ശിഷ്ടം ഒരിക്കലും മൈനസ് വരാൻ പാടില്ല. ശിഷ്ടം ഒരു സംഖ്യ 8 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ ശിഷ്ടം 0 മുതൽ 7 വരെ മാത്രമേ വരാൻ പാടുള്ളൂ. നമുക്കിവിടെ കിട്ടിയത് മൈനസ് ആണ്. കുഞ്ഞുങ്ങളെ, എപ്പോഴെങ്കിലും ശിഷ്ടം മൈനസ് കിട്ടിയാൽ, എപ്പോഴെങ്കിലും ശിഷ്ടം മൈനസ് കിട്ടുവാണെങ്കിൽ ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചിരിക്കുന്നത് ആ സംഖ്യ വെറുതെ ഒന്ന് കൂട്ടി കൊടുക്കുക കിട്ടിയ ഉത്തരത്തിന്റെ കൂടെ. സോ അങ്ങനാണെങ്കിൽ എനിക്ക് കിട്ടിയത് -1. -1 ഒരിക്കലും ആൻസർ ആയിട്ട് വരത്തില്ല. ഏത് സംഖ്യ കൊണ്ടാണ് ഹരിച്ചത്? 8 കൊണ്ടാണ് ഹരിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ -1ന്റെ കൂടെ 8 അങ്ങോട്ട് കൂട്ടുക. -1ന്റെ കൂടെ 8 കൂട്ടിയാൽ 8 - 1 ഉത്തരം 7 എന്ന് വരും. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ എപ്പോഴെങ്കിലും കിട്ടുന്ന ഉത്തരം അല്ലെങ്കിൽ നമ്മൾ റിമൈൻഡർ എടുക്കുമ്പോൾ നമുക്ക് ഉത്തരം മൈനസ് വന്നാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. മൈനസ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചിരിക്കുന്നത് ആ സംഖ്യ ഉണ്ടല്ലോ അത് ഒന്ന് കൂട്ടുക. അത്രയും ചെയ്താൽ മതി. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ്ടെ. 8/96 - 4 9 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് ശിഷ്ടം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും 8 മാറ്റിക്കോ. അതായത് 9 - 1 (96) എന്ന് എഴുതിയാൽ മതി. -4 നമ്മൾ അതുപോലെ തന്നെ അങ്ങ് എഴുതി വെച്ചു. ഓക്കെ. ഇത് വിപുലീകരിച്ച 97 പദങ്ങൾ കാണും. അതിൽ ആദ്യത്തെ 96 പദങ്ങളിലും 9 അല്ലെങ്കിൽ 9ന്റെ പവറുകൾ കാണും. അപ്പൊ 9 കൊണ്ട് ഹരിച്ച ശിഷ്ടം 0 0 0 വരത്തുള്ളൂ. അവസാന ടേം മാത്രം പിടിച്ചാൽ മതി. അവസാന ടേം എന്ന് പറഞ്ഞാൽ -1/96 ആണ്. -1ന്റെ പവർ ഈവൻ നമ്പർ ആണെങ്കിൽ ഉത്തരം 1 ആണെന്നറിയാം. സോ ഈ ഭാഗത്തിന്റെ ഉത്തരം 1 ആണെന്ന് മനസ്സിലായി. -4 അതുപോലെ തന്നെ എഴുതി വെച്ചു. 1ന്ന് 4 കുറച്ചാൽ 1ന്ന് 4 കുറച്ചാല് -3 എന്ന് വരും. എപ്പോഴെങ്കിലും കിട്ടുന്ന ഉത്തരം മൈനസ് ആണ് കിട്ടുന്നതെങ്കിൽ ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചിരിക്കുന്നത് ആ സംഖ്യ കൂട്ടണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചത്? 9 കൊണ്ടാണ് ഹരിച്ചത്. അപ്പൊ എന്ത് ചെയ്യണം? 9 കൂട്ടണം. -3ന്റെ കൂടെ 9 കൂട്ടിയാൽ 9 - 3 ഉത്തരം 6 എന്ന് വരും.
സിമ്പിൾ ആൻസർ 6 എന്ന് എഴുതി അവസാനിപ്പിക്കണം. സോ അങ്ങനെയാണെങ്കിൽ അതാണ് ഈ ചോദ്യം നോക്കിക്കോണേ. 12:98 13 കൊണ്ടാണ് ഹരിക്കേണ്ടത്. 12നെ നമ്മൾ 13 - 1 the whole raised to 98 എന്ന് എഴുതി വെച്ചു. -10 അതുപോലെ തന്നെ എഴുതി വെച്ചു. കണ്ടോ, 13 - 1 the whole raised to 98 വിപുലീകരിച്ചാല് 99 പദങ്ങൾ കാണും. അതില് ആദ്യത്തെ 98 പദങ്ങളിലും ആര് കാണും? 13 അല്ലെങ്കിൽ 13ന്റെ പവറുകൾ കാണും. അപ്പൊ അതെല്ലാം 13 കൊണ്ട് ഹരിച്ച ശിഷ്ടം 0 0 0 0 വരത്തുള്ളൂ. അങ്ങനാണെങ്കിൽ അവസാന പദം മാത്രം പിടിച്ചാൽ മതി. അവസാന പദം -1 raised to 98 ആണ്. എടാ കുഞ്ഞുങ്ങളെ, -1 raised to 98 എന്ന് പറഞ്ഞാല് ഒന്നല്ലേ, 1 1 - 10 എന്ന് വരും. 1 - 10 എന്ന് പറഞ്ഞാല് -9 ആണ്. എപ്പോഴെങ്കിലും ഉത്തരം മൈനസ് കിട്ടിയാൽ ഏത് സംഖ്യ കൊണ്ടാണോ നമ്മൾ ഹരിച്ചത് ആ സംഖ്യ കൂട്ടണം. 13 കൊണ്ട് ഹരിച്ചു, 13 കൂട്ടിക്കോ, 13 - 9 കുറച്ചാല് 4 എന്ന് വരും. ആൻസർ ഉത്തരം 4. കണ്ടോ, അപ്പൊ ഈ ഇവിടെ കിടക്കുന്ന ചോദ്യങ്ങളിലെ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം 7, രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം 6, മൂന്നാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം 4. സോ അങ്ങനെ ആ ഒരു ചോദ്യം കൂടി നമ്മുടെ മുമ്പിൽ നിന്നും മാഞ്ഞു പോവുകയാണ്. സോ വളരെ ഭംഗിയായിട്ട് പഠിച്ച് അവസാനിപ്പിച്ചു. സോ അങ്ങനെയാണെങ്കിൽ ഇതാ വരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. ഈ ചോദ്യം നോക്കിക്കോണേ. 8 raised to 64 -12നെ 9 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്രയാണെന്നാണ് ചോദിച്ചത്. എടാ ഇവിടെ 8നെ എങ്ങനെ എഴുതാം? 8നെ 9 - 1 the whole raised to 64 എന്ന് എഴുതാം. -12 അതുപോലെ തന്നെ എഴുതി വെച്ചു. കണ്ടോ, ഇതിനെയാണ് 9 കൊണ്ട് ഹരിക്കേണ്ടത്. അപ്പൊ ഈ അവസാന ടൈം മാത്രം പിടിച്ചാൽ മതിയല്ലോ, ബാക്കിയെല്ലാം ശിഷ്ടം 0 0 0 ആണ്. അവസാന ടൈം മാത്രം പിടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ -1 raised to 64 ആണ് അവിടെ അവസാന ടൈം ആയിട്ട് വരുന്നത്. -1 raised to 64 എന്ന് പറഞ്ഞാൽ ഉത്തരം 1 ആണ്. അപ്പൊ അവിടുത്തെ ശിഷ്ടം 1, ബാക്കി -12 അവിടെ അതുപോലെ തന്നെ എഴുതി വെച്ചു. 1 ന്ന് 12 കുറച്ചാൽ -11 വരും. 1 ന്ന് 12 കുറച്ചാൽ -11 വരും. കിട്ടിയ ഉത്തരം മൈനസ് ആയതുകൊണ്ട് ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചിരിക്കുന്നത് ആ സംഖ്യ കൂട്ടണം. ഏത് സംഖ്യ കൊണ്ടാണ് ഹരിച്ചത്? 9 കൊണ്ടാണ് ഹരിച്ചത്. സോ 9 കൂട്ടുക. സോ 9 കൂട്ടിയാൽ നമുക്ക് ഉത്തരം വീണ്ടും -2 എന്ന് വരും. അപ്പോഴും ഉത്തരം പ്ലസിലേക്ക് എത്തിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും 9 കൂട്ടണം. എടാ എപ്പോഴാണോ പ്ലസ് നമ്പർ ആൻസർ ആയിട്ട് വരുന്നത് അന്നേരം വരെ നിങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണം. ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചത് ആ സംഖ്യ നിങ്ങൾ കൂട്ടുക കൂട്ടുക കൂട്ടുക. എപ്പോ പ്ലസ് വരുന്നോ അന്നേരം സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ആദ്യം കൂട്ടിയപ്പോൾ നടന്നില്ല. സോ ഇനിയും ഒന്നും കൂടെ കൂട്ടിക്കേ. -2ന്റെ കൂടെ 9 കൂട്ടിയാൽ ഇപ്പൊ നിങ്ങൾക്ക് 7 വന്നില്ലേ? അപ്പൊ ഉത്തരം 7 ആണ്. സോ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിച്ചില്ലേ? അപ്പൊ എപ്പോഴാണോ പ്ലസ് വരുന്നത്, എപ്പോഴാണോ ശിഷ്ടം പോസിറ്റീവ് നമ്പർ വരുന്നത് അതുവരെ നിങ്ങൾ ഇങ്ങനെ ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചത് ആ സംഖ്യ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നാൽ മതി. സിമ്പിൾ ആണ് പരിപാടി, ഇത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതാണ്ടേ 13 raised to 86 -30നെ 14 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് ശിഷ്ടം എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും എടാ 13 raised to 86നെ 14 കൊണ്ടാണ്. അപ്പോഴേ 13 എങ്ങനെ എഴുതണം? 13നെ 14 - 1 the whole raised to 86 എന്ന് എഴുതി വെച്ചു. -30 അതുപോലെ തന്നെ എഴുതി അങ്ങ് വെച്ചു. കണ്ടോ, ഇത് വിപുലീകരിച്ചാൽ 87 പദങ്ങൾ കാണും. അതിൽ ആദ്യത്തെ 86 പദത്തിലും ആര് കാണും? 14 അല്ലെങ്കിൽ 14ന്റെ പവർ കാണും. ശിഷ്ടം 0 0 0 0 0 എന്നേ വരത്തുള്ളൂ. അവസാന ടൈം മാത്രം പിടിച്ചാൽ മതി. അവസാന ടൈം എന്ന് പറഞ്ഞാല് -1 raised to 86 -1 raised to 86 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 - 30 1 - 30 എന്ന് പറഞ്ഞാൽ -29. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ 14 കൂട്ടിക്കോ. സോ 14 കൂട്ടിയാലും വലിയ കാര്യമൊന്നുമില്ല. കാരണം അപ്പോഴും ഉത്തരം മൈനസേ വരത്തുള്ളൂ. -29 പ്ലസ് 14 കൂടെ ചേർന്നാൽ -15 വരും. 29 14 കുറച്ചാൽ മതി. 29 14 കുറച്ചാൽ 15 വരും.
മൈനസ് ചിഹ്നം കൊടുത്തു -15 കിട്ടത്തില്ലല്ലോ. എന്ത് ചെയ്യണം? വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? 14 കൂട്ടുക. എടാ മക്കളെ, വീണ്ടും 14 കൂട്ടിയാൽ അപ്പോഴും നിങ്ങൾക്ക് ആൻസർ -1 വരത്തുള്ളൂ. വന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും 14 കൂട്ടുക. വീണ്ടും 14 കൂട്ടുമ്പോൾ സംഭവം സക്സസ് ആയി. 14 നിന്ന് 1 കുറച്ചാൽ 13 എന്ന് വരും ആൻസർ. കണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ടും 2-3 തവണ അതിനപ്പുറത്തേക്ക് വരത്തില്ല. എപ്പോഴാണോ പോസിറ്റീവ് നമ്പറിലേക്ക് എത്തുന്നത് അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചത് ആ സംഖ്യ കൂട്ടി കൂട്ടി പോയാൽ മതി, സംഭവം സെറ്റായിട്ട് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം, അതായത് 15⁻40 - 50 16 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് ശിഷ്ടം വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് ആൻസർ കമന്റായിട്ട് രേഖപ്പെടുത്തണം എന്നുള്ളതാണ് അവിടുത്തെ ഒരു സജഷൻ. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 7⁻25 8 കൊണ്ട് ഹരിച്ചാൽ വാട്ട് ഈസ് ദ റിമൈൻഡർ എന്നാണ് ചോദ്യം. പഴയതുപോലെ തന്നെ ഒരു മാറ്റവും വേണ്ട. എടാ കുഞ്ഞുങ്ങളെ, 7നെ 8 - 1 the whole raised to 25 എന്ന് എഴുതിയാൽ മതി. ഇതിനെയാണ് 8 കൊണ്ട് ഹരിക്കുന്നത്. അവസാന ടൈം മാത്രം പിടിച്ചാൽ മതി. ബാക്കിയെല്ലാം 8ന്റെ പവർ ഉള്ളത് കൊണ്ട് ശിഷ്ടം 0 0 0 0 ആണ്. അവസാന ടൈം മാത്രം പിടിച്ചാൽ മതി. അവസാന ടൈം എന്ന് പറഞ്ഞാൽ അത് -1⁻25 ആണ്. -1⁻25 എന്ന് പറഞ്ഞാല് -1. -1ന്റെ പവർ ഓഡ് നമ്പർ ആയതുകൊണ്ട് ഉത്തരം -1 ആണ്. -1 എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചത് ആ സംഖ്യ ഒന്ന് കൂട്ടുക. ഏത് സംഖ്യ കൊണ്ടാണ് ഹരിച്ചത്? 8 കൊണ്ടാണ് ഹരിച്ചത്. അപ്പൊ നൈസായിട്ട് 8 അങ്ങ് കൂട്ടിക്കോ. -1ഉം +8ഉം കൂടെ ചേർന്നാൽ സ്വാഭാവികമായിട്ടും 8ന് 1 കുറച്ചാൽ 7 എന്ന് വരും. അപ്പൊ ഒന്നാമത്തെ ഉത്തരം ആൻസർ 7 എന്ന് വരും. കണ്ടോ? പഴയതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. മൈനസ് വന്നു കഴിഞ്ഞാല് ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചത് ആ സംഖ്യ കൂട്ടണം എന്ന് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. ക്ലിയർ? ഇതാണ് പിടിച്ചോ. 7⁻25 6 കൊണ്ട് ഹരിച്ചാൽ വാട്ട് ഈസ് ദ റിമൈൻഡർ? പഴയതുപോലെ തന്നെ നമ്മൾ 7നെ 6+1 എന്ന് എഴുതി വെച്ചു. സോ 6 കൊണ്ടാണ് ഹരിക്കുന്നത്. 26 പദങ്ങൾ ഉണ്ടെങ്കിലും ആദ്യത്തെ 25 പദങ്ങളിലും ശിഷ്ടം 0 0 വരത്തുള്ളൂ. കാരണം 6 കൊണ്ടാണ് ഹരിക്കുന്നത്. എല്ലായിടത്തും 6ന്റെ പവർ ഉണ്ട്. അവസാന ടൈം മാത്രം പിടിച്ചാൽ മതി. അവസാന ടൈം എന്ന് പറഞ്ഞാല്, എടാ മക്കളെ, അവസാന ടൈം എന്ന് പറഞ്ഞാല് 1⁻25 ആണ്. 1⁻25 എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? 1 തന്നെ. ഉത്തരം 1 തന്നെ വരും. പിന്നെ അതിനെ വീണ്ടും നിങ്ങൾക്ക് ഹരിക്കാൻ പറ്റുമോ? 1നെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. ഈ നെഗറ്റീവ് നമ്പർ കിട്ടുമ്പോൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചത് ആ സംഖ്യ കൂട്ടുക. വേറൊന്നും ആലോചിക്കേണ്ട. സംഭവം സിമ്പിൾ. ഇത്രേ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ 9⁻83 10 കൊണ്ട് ഹരിച്ചാൽ വാട്ട് ഈസ് ദ റിമൈൻഡർ എന്നാണ് ചോദ്യം. എങ്ങനെ എഴുതണം? 9നെ 10 - 1 the whole raised to 83 എന്ന് എഴുതാവുന്നതാണ്. ഇതിനെയാണ് 10 കൊണ്ട് ഹരിക്കേണ്ടത്. അവസാന ടൈം മാത്രം എടുത്താൽ മതി എന്നുള്ള കാര്യം എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. അവസാന ടൈം എന്ന് പറഞ്ഞാൽ -1⁻83 ആണ്. -1ന്റെ പവർ ഓഡ് നമ്പർ ആയതുകൊണ്ട് ഉത്തരം -1 എന്ന് തന്നെ വരും. ഈ ഒരു ഉത്തരമാണ് കിട്ടുന്നത്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കിട്ടുന്ന ഉത്തരം മൈനസ് ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചിരിക്കുന്നത് ആ സംഖ്യ കൂട്ടണം. ഇവിടെ ഏത് സംഖ്യ കൊണ്ടാ ഹരിച്ചത്? 10 കൊണ്ട് ഹരിച്ചു. നൈസായിട്ട് 10 കൂട്ടിക്കോ. നൈസായിട്ട് 10 കൂട്ടിക്കോ. 10 നിന്ന് കുറച്ചാൽ 9. ആൻസർ 9 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം, ആദ്യം കിടക്കുന്ന ഈ ഒരു ചോദ്യം നമ്മളിപ്പോ ക്ലാസ് ചെയ്യുന്നു. താഴെ കിടക്കുന്ന 2 ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ കമന്റായിട്ട് ചെയ്ത് താഴെ ഇടണം. തൊട്ടു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ 2ാമത്തെ ഹോംവർക്ക് ചോദ്യമാണ്. ഇത് നിങ്ങളുടെ 3ാമത്തെ ഹോംവർക്ക് ചോദ്യമാണ്. ഇതെല്ലാം ചെയ്ത് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തണം. സോ നിങ്ങളുടെ കമന്റിന് തീർച്ചയായിട്ടും ഞാനത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് റിപ്ലൈ ചെയ്യും കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ 14 കൊണ്ടാണ് ഹരിക്കേണ്ടത്. 13 മാറ്റിക്കോ. 14 - 1 the whole raised to 71 എന്ന് പറഞ്ഞാൽ മതി. +5 അതുപോലെ തന്നെ എഴുതി വെച്ചു. 14 കൊണ്ടാണ് ഹരിക്കേണ്ടത്.
72 പദങ്ങൾ ഉണ്ടെങ്കിലും ആദ്യത്തെ 71 പദത്തിലും 14 അല്ലെങ്കിൽ 14ന്റെ പവറുകൾ കാണും. അവസാന ടേം മാത്രം പിടിച്ചാൽ മതിയടാ. അവസാന ടേം എന്ന് പറഞ്ഞാൽ -1/71 ആണ്. -1/71 എന്ന് പറഞ്ഞാല് ഉത്തരം -1 വരും. പിന്നെ ഒരു +5 കിടപ്പുണ്ട്. -1ഉം +5ഉം കൂടെ ചേർന്നാൽ ഉത്തരം നമുക്ക് 4 വരും. ഇവിടെ കുഴപ്പമൊന്നുമില്ല. ആൻസർ ഒരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് ഉത്തരമായിട്ട് തന്നെ പരിഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. എപ്പോഴെങ്കിലും മൈനസ് കിട്ടുവാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചിരിക്കുന്നത് ആ സംഖ്യ കൂട്ടുക എന്ന് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. സോ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഈ 2 ചോദ്യങ്ങൾ നമ്മൾ ഹോംവർക്കായിട്ട് ചെയ്ത് ആൻസർ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുവാണ്. ഇനി അപ്പൊ നിങ്ങളുടെ മുമ്പിലെ 3 ചോദ്യങ്ങൾ ഹോംവർക്കായിട്ട് വന്നു. 4ാമത്തെ ഈ ചോദ്യം, 5ാമത്തെ ഈ ചോദ്യം വീണ്ടും ഹോംവർക്കായിട്ട് മുമ്പിലേക്ക് വരുന്നു. അതിലെ ഒരു ചോദ്യം നമ്മൾ ക്ലാസ്സിൽ ഇപ്പൊ ചെയ്ത് കാണിക്കാം. 17/95 + 17നെ 18 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് ശിഷ്ടം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ 17നെ നമ്മൾ 18ന്റെ ടേമിലേക്ക് മാറ്റി, അതായത് 18-1 എന്ന് എഴുതി വെച്ചാൽ മതി. +17 അതുപോലെ തന്നെ എഴുതി വെച്ചു. ഇതിനെയാണ് നമ്മൾ 18 കൊണ്ട് ഹരിക്കേണ്ടത്. അപ്പോ സ്വാഭാവികമായിട്ടും എടാ ഇവിടെ എന്തായാലും 18 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 000, അവസാന ടൈം മാത്രം പിടിച്ചാൽ മതി. -1/95 എന്ന് പറഞ്ഞാല് -1 ആണ്. അപ്പൊ ഇവിടുത്തെ ശിഷ്ടം -1 വരും. പിന്നെ ഒരു +17 മാത്രമേ ഉള്ളൂ. 17ൽ നിന്ന് 1 കുറച്ചാൽ ഉത്തരം 16 വരും. ആൻസർ 16 എന്ന് വരും. കണ്ടോ? ഇനി ബാക്കിയുള്ള ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ക്വസ്റ്റ്യൻ 1 നിങ്ങൾ ആൻസർ പറയണം, 2, 3 പറയണം, 4, 5 അങ്ങനെ 1, 2, 3, 4, 5 ഈ 5 ചോദ്യങ്ങളുടെയും ആൻസർ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ ഈ 6ാമത്തെ ക്വസ്റ്റ്യന്റെയും 7ാമത്തെ ക്വസ്റ്റ്യന്റെയും 8ാമത്തെ ക്വസ്റ്റ്യന്റെയും കൂടെ ഉത്തരം നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുവാണ്. ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ആ ഒരു സബ് ടോപ്പിക്കിനകത്ത് ആഴത്തിലുള്ള അറിവ് നേടിയെടുക്കുവാൻ സാധിക്കുന്നത്. ഈ 8 ചോദ്യങ്ങളുടെയും ഉത്തരം നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം എന്നുകൂടി ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുവാണ്. സോ റിമൈൻഡർ തിയറത്തിനകത്ത് നിന്നും മറ്റൊരു പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ് ക്ലാസ്സിൽ അടുത്തതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ശ്രദ്ധിക്കുക. 7/77 പ്ലസ് 7/78 പ്ലസ് 7/79 പ്ലസ് 7/80നെ 80 കൊണ്ട് ഹരിച്ചാൽ വാട്ട് ഈസ് ദ റിമൈൻഡർ എന്നാണ് ചോദ്യം. ഇത്തരത്തിലെ കൃത്യംഗ സംഖ്യകളുടെ അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ വരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. എടാ ഏറ്റവും ചെറിയ സംഖ്യ ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തെ ഏറ്റവും ചെറിയ നമ്പർ നിങ്ങൾ പുറത്തേക്ക് അങ്ങ് എടുത്താൽ മതി. ഏറ്റവും ചെറിയ സംഖ്യ വെളിയിൽ എടുക്കണം, ഏറ്റവും ചെറിയ നമ്പർ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 7/77 അല്ലേ? അതിനെ അങ്ങ് പുറത്തേക്ക് എടുത്താൽ മതി. 7/77 നമ്മൾ പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ളത് എന്തുവാ? ബാക്കിയുള്ളത് 7/77 പുറത്തെടുത്താൽ പിന്നെ ബാക്കി 1. 7/78 7/77 പുറത്തെടുത്ത 7/1. അടുത്തത് 7/2. അടുത്തത് 7/3. ഇതൊക്കെയാണ് ബാലൻസ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. 7/77 1 കൊണ്ട് ഗുണിച്ചാൽ 7/77. എടാ 7/77 7/1 കൂടെ ഗുണിച്ചാൽ 7/78. കാരണം a/m × a/n is equal to a/m+n. അപ്പൊ 77 1 കൂടെ കൂട്ടിയാൽ 78. 77 2 കൂടെ കൂട്ടിയാൽ 79. 77 3 കൂടെ കൂട്ടിയാൽ 80. സംഭവം ക്ലിയർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് 7/77 അങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, 7ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 343 അല്ലേ? 7ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 343 ആണ്. പ്ലസ് 7ന്റെ സ്ക്വയർ 49. 7/1 എന്ന് പറഞ്ഞാൽ 7 തന്നെ. അപ്പൊ 7ന്റെ സ്ക്വയർ 49
49ഉം 7ഉം കൂടെ കൂട്ടിയാൽ 56, 56ഉം 1ഉം കൂടെ കൂട്ടിയാൽ 57. സോ 57ഉം കൂടെ കൂട്ടിയാൽ 7 3 10 ശിഷ്ട 1, 5 4 9 1 10 വീണ്ടും ശിഷ്ട 1, 3 1 4. അതായത് ആ ബ്രാക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് ചെയ്യുമ്പോൾ നമുക്ക് 400 എന്നാണ് വരുന്നത്. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ 400 എന്നാണ് വരുന്നത്. ഞാൻ ഒന്നും ചെയ്തില്ല. ഇത്തരത്തിലൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ ഞാൻ പുറത്തേക്ക് എടുത്തു, അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. സോ അങ്ങനെയാണെങ്കിൽ ആ 7:77 പുറത്തേക്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളതെല്ലാം കൂടെ ചെയ്തു നോക്കിയാൽ 400 എന്ന് വരും. എടാ, ഇതിനെയാണ് 80 കൊണ്ട് ഹരിച്ചാൽ വാട്ട് ഈസ് ദ റിമൈൻഡർ എന്ന് ചോദിച്ചത്. എന്തായാലും 400ന്റെ ഒരു ഘടകമല്ലേ 80? എടാ, 400ന്റെ ഒരു ഘടകമാണ് 80. അപ്പൊ അതുകൊണ്ട് 400നെ 80 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ 0. ഇനി ഇവിടെ എന്ത് തന്നെ ആയിക്കോട്ടെ, 0നെ ഇവിടെ കിട്ടുന്ന സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം 0 അല്ലേ വരത്തുള്ളൂ. അപ്പൊ ഇവിടുത്തെ ആൻസർ 0 വരുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിച്ചു. ഇവിടെ കിടക്കുന്ന സംഖ്യയുടെ ഘടകമാണിത്. 400ന്റെ ഘടകമാണ് 80. അപ്പോൾ 400ന്റെ ഗുണിതങ്ങളെ 80 കൊണ്ട് ഹരിച്ചാൽ എപ്പോഴും ശിഷ്ടം 0 വരത്തുള്ളൂ എന്ന് നമുക്ക് അങ്ങനെയും ചിന്തിക്കാവുന്നതാണ്. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്ട് വന്നു. 3/300 പ്ലസ് 3/301 പ്ലസ് 3/302 പ്ലസ് 3/303നെ 5 കൊണ്ട് ഹരിച്ചാല് എത്രയാണ് ശിഷ്ടം എന്നാണ് ചോദിച്ചത്. പഴയതുപോലെ ഏറ്റവും ചെറിയ നമ്പർ വിളിയെടുക്കുക. ഏറ്റവും ചെറുത് ഏതാ? 3/300 ഇങ്ങി പുറത്തെടുത്താട്ടെ. ബാക്കിയുള്ളത് 1. 300 പുറത്തെടുത്താൽ 3/1 ബാക്കിയുള്ളത്. 300 പുറത്തെടുത്താൽ 3/2 ബാക്കി. 300 പുറത്തെടുത്താൽ 3/3 ബാക്കിയുള്ളത്. അപ്പൊ ഇവിടെ 3/300 അവിടെ നിൽക്കട്ടെ. 3/300 അവിടെ നിർത്തിക്കൊണ്ട് നമ്മള് ആ ബ്രാക്കറ്റ് മാത്രം ഒന്ന് ചെയ്തു നോക്കിക്കേ. എടാ, 3ന്റെ ക്യൂബ് 27 3ന്റെ സ്ക്വയർ 9 3/1 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്. 27 9 കൂടെ കൂട്ടി എത്ര? 36. 36 3 കൂടെ കൂട്ടിയാൽ 39. 39ന്റെ കൂടെ 1 കൂട്ടിയാൽ 40. ഈ സാധനത്തിനെയാണ് 5 കൊണ്ട് ഹരിച്ചാല് ശിഷ്ടം എത്രയാണ് എന്ന് ചോദിച്ചത്. എന്തായാലും എടാ, 40ന്റെ ഒരു ഘടകമല്ലേ 5? ആണല്ലോ. 40ന്റെ ഘടകമാണ് 5. അല്ലെങ്കിൽ 40നെ 5 കൊണ്ട് ഹരിച്ചാലേ ശിഷ്ടം 0 അല്ലേ വരത്തുള്ളൂ. ഇനി ഇവിടെ എന്തു കുന്തം വന്നോട്ടെ, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. 0നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും ഉത്തരം 0 അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇവിടെയും ഉത്തരം എന്ത് തന്നെ വരും? 0 എന്ന് തന്നെ വരത്തുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ തൊട്ടു താഴെ 3/333 മൈനസ് 3/332 മൈനസ് 3/333 മൈനസ് 3/330നെ 7 കൊണ്ട് ഹരിച്ചാല് എത്രയാണ് റിമൈൻഡർ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും ചെറിയ സംഖ്യ നിങ്ങൾ വെളിയിലെടുത്താൽ മതി. അപ്പൊ നമ്മള് റിമൈൻഡർ തിയറം എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെ കുറെ അധികം ചോദ്യങ്ങൾ നമ്മൾ ആദ്യ ക്ലാസ്സിൽ പഠിച്ചു. കൃത്യംഗ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ രണ്ടാമത്തെ ക്ലാസ്സിലും 3ാമത്തെ ക്ലാസ്സിലുമായിട്ട് നമ്മൾ പഠിച്ചു. ഇതാണ് നമ്മുടെ റിമൈൻഡർ തിയറം എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. വളരെ ഭംഗിയായിട്ട് നമ്മൾ 3 ക്ലാസ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. എല്ലാ നോട്ടുകളും നമ്മൾ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഒരു ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് എഴുതി ആ ഒരു നോട്ട് നിങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഇതാണ് റിമൈൻഡർ തിയറം എന്ന് പറയുന്ന ഭാഗം. ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ലൈവ് ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തുന്നതാണ്. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ ഊർജ്ജസ്വലമായിട്ട് മുമ്പോട്ട് പോകുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. പരമാവധി സമയം നിങ്ങൾ പഠനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം കഴിഞ്ഞു പോകുന്ന സമയങ്ങളൊന്നും ഒരിക്കലും നമ്മുടെ മുമ്പിലേക്ക് തിരിച്ചു വരത്തില്ല. പരീക്ഷ കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി നന്നായിട്ട് പഠിച്ചായിരുന്നെങ്കിൽ ഒരു 4 മാർക്ക് കൂടെ കിട്ടിയേനെ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. സോ ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂറുകളും ഓരോ മിനിറ്റുകളും
കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് സിലബസ് അനുസരിച്ച് ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് മുമ്പോട്ട് പോകണം. ഒരു സമയം പോലും വേസ്റ്റ് ആക്കരുത്. പഠിക്കുക 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 എന്നുള്ള കാര്യം വൃത്തിയായിട്ട് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. സോ നിങ്ങളുടെ പഠന പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒരു 100 ചോദ്യങ്ങൾ വെച്ചിട്ട് അടുത്ത ഒരു 10 ദിവസം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോവാണ്. വരാൻ പോകുന്ന നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസ് മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ 2021 മുതൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മനസ്സിലാക്കി ആ ഒരു നിലവാരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള 1000 ചോദ്യങ്ങൾ, ഓരോ ദിവസവും 100 ചോദ്യങ്ങൾ വെച്ച് 10 ദിവസം കൊണ്ട് 1000 ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു ടെസ്റ്റ് സീരീസ് നിങ്ങളുടെ മുമ്പിലേക്ക് കോമ്പറ്റിറ്റീവ് ക്രാക്കർ പ്രൊവൈഡ് ചെയ്യുവാണ്. സോ ഈ ഒരു സാധ്യത കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ 1000 ചോദ്യങ്ങൾ കരസ്ഥമാക്കുവാന് സോ ആ ബോർഡ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 10 ദിവസം കൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും 100 ചോദ്യങ്ങൾ വെച്ച് 10 മോക്ക് ടെസ്റ്റ് പോലെ ടെസ്റ്റ് സീരീസ് ആണ്. പരമാവധി ആ സാധ്യത കൂടി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് അത് ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിമൈൻഡർ തിയറം എന്ന് പറയുന്ന ഭാഗം വളരെ വൃത്തിയായിട്ട് പഠിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുവാണ്. അപ്പൊ നമ്മുടെ ഇനിയുള്ള ക്ലാസ്സുകളുടെ സജഷനും അതേപോലെ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് തന്നെ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ 3 ക്ലാസ് കൊണ്ട് നമ്മൾ റിമൈൻഡർ തിയറം പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഫ്രീ ഗ്രൂപ്പുകളുടെ ലിങ്ക് നമ്മൾ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഫ്രീ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ പരമാവധി ഫ്രീ കണ്ടന്റുകൾ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും നമ്മുടെ ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും സജഷൻ ആണെങ്കിലും PDF നോട്ടുകളൊക്കെ ഒരുപാട് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. സോ ആ ഒരു സാധ്യത കൂടി പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി സോ ഫ്രീ ഗ്രൂപ്പുകളുടെ ലിങ്കുകൾ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ആ ഗ്രൂപ്പിലേക്ക് കടന്നു വരിക. അവസാനമായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോട്ടെ. 2025 തന്നെ നിങ്ങൾ എഴുതുന്ന ഈ ഒരു മത്സര പരീക്ഷ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. ബൈ.